ഹൊറിബിൾ മോൺസ്റ്റർ. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. സൂര്യപതിയെ നടന്ന് ഇടവഴി കയറി. മുണ്ടൽപ്പം നനഞ്ഞിരുത് കാറ്റ് കൊണ്ടപ്പോൾ തന്നെ പകുതി ഉണങ്ങിയിരുന്നു. ഡാ പാൽകുബി! പെട്ടെന്ന് ആരോ തന്നെ കളിയാക്കി വിളിക്കുന്നത് കേട്ട് സൂര്യ തിരിഞ്ഞു നോക്കി. തന്നെ നോക്കി ഗൗരവത്തോടെ കൈകൾ മാറിൽ കെട്ടി നിൽക്കുന്ന ദേവനെ കണ്ട് സൂര്യയുടെ മുഖം വിടർന്നു. ദേവ്! സൂര്യ വേഗം അവനെ പുണർന്നു. എന്തുവാടാ ഇത്? നീ ഇത് ഏത് കുളത്തിലാ ചെന്ന് ചാടിയത്? സൂര്യയുടെ ദേഹത്തെ നനവ് കണ്ട് ദേവൻ ചോദിച്ചു. ഓ, അതൊന്നുമില്ലടാ, ഞാനൊന്ന് വീണതാ. നീ അത് വിട്. എന്തൊക്കെ നിന്റെ വിശേഷങ്ങള്? എനിക്കെന്ത് വിശേഷങ്ങള്? നിനക്കല്ലടാ വിശേഷങ്ങള്. അല്ലടാ, നീ പണ്ടത്തെ പോലെ അവിടെയും പാൽക്കുപ്പി തന്നെയാണോ? ദേവ് കളിയോടെ പറഞ്ഞതും സൂര്യവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്റെ പൊന്നു സൂര്യ, നിനക്ക് ഇനിയെങ്കിലും കുറച്ച് ബോൾഡ് ആയിക്കൂടെ? ഇത്രയും പാവമായാലേ നിന്നെ വല്ലവരും ചുരുട്ടിയത് കണ്ടിലെറിയേ. ദേവൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞു. എനിക്ക് നിന്നെപ്പോലെ തെമ്മാടിയാക്കാനുള്ള കഴിവൊന്നുമില്ല കലിപ്പുന്നുണ്ടി. ഞാൻ ഇങ്ങനെയൊക്കെ പൊക്കോളാം. സൂര്യയുടെ ആക്കൽ കേട്ട് ദേവൻ അവൻ കൂർപ്പിച്ച് നോക്കി. നീ കൂടുതൽ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. എനിക്കറിയാലോ നിന്നെ. ഇപ്പോഴും നാട് നില തല്ലും കൂടി നടക്കുമല്ലേ നീ? ദേവന്റെ മുഖത്ത് നോക്കി ചിരിയോടെ തന്നെ അവൻ ചോദിച്ചു. സൂര്യ, ഈ ദേവൻ ഒരിക്കലും മാറില്ല. പണ്ട് ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാ ഞാൻ ഇപ്പോഴും. അതിലൊരു മാറ്റമില്ല. ചുരുക്കി പറഞ്ഞ നീ കൂടുതൽ വഷളായെന്നർത്ഥം. നീ ഒരു പെണ്ണൊക്കെ കിട്ടിയെ കുറിച്ച് മാറ്റം വരുമായിരിക്കും. നീ നോക്കുന്നോ? സൂര്യവനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് കളിയോടെ പറഞ്ഞു. എന്നാൽ ഇത് കേട്ട ദേവന്റെ മുഖത്ത് കോപം വരച്ചു കയറി. പെണ്ണ്? നിനക്കറിയില്ല സൂര്യ, എനിക്ക് ഇത്രയും വെറുപ്പുള്ള വർഗം വേറെ ഇല്ലെന്ന്. നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുപിടി. ദേവന് ഇഷ്ടക്കേടോടെ പറയുന്നത് കേട്ട് സൂര്യ സങ്കടത്തോടെ അവനെ നോക്കി. നീ എനിക്കിപ്പോഴും ഒരു മാറ്റമില്ലടാ. അങ്ങനെയെങ്ങും മാറുന്ന സാഹചര്യങ്ങളായിരുന്നു എനിക്ക്. പേറ്റ തള്ള എന്നെ ഉപേക്ഷിച്ച് കണ്ടവന്റെ കൂടെ പോയി. ആത്മാർത്ഥമായി സ്നേഹിച്ച പെൺസുഹൃത്ത് എന്നെയും വലിച്ച് കയ്യിലെ കാശ് കൊണ്ട് മുങ്ങി. പിന്നൊരുത്തി എന്റെ പ്രണയായിരുന്നു. കൂടെ കിടന്ന് നീയാണ് എനിക്കെല്ലാം ഒന്നും പറഞ്ഞിട്ട് മറ്റു പലരുടെയും കൂടെ സുഖം തേടിപ്പോയി. ഇതെല്ലാം പെണ്ണെന്ന വർഗം തന്നെയല്ലേ? എന്നെ സംബന്ധിച്ച് പെണ്ണെന്നാൽ അതിനെ കൊണ്ടൊരു ഒറ്റ ഗുണമേ ഉള്ളൂ. അത് നമ്മുടെ കുഞ്ഞിനെ നമുക്ക് പ്രസവിച്ചു തരുന്നതാ. ദേവൻ പറയുന്നത് കേട്ട് സൂര്യവനെ സങ്കടത്തോടെ നോക്കി. അങ്ങനെയല്ല ദേവ, ഒരിക്കലും നിന്റെ ഈ തെറ്റിദ്ധാരനെല്ലാം മാറും. അന്ന് നിനക്ക് മനസ്സിലാകും സത്യം എന്താന്ന്. എനിക്ക് ഉറപ്പുണ്ട്, നിന്റെ ജീവിതം സ്നേഹം കൊണ്ട് മാറ്റിമറിക്കാൻ ഒരു പെണ്ണ് തീർച്ചയായിട്ടും വരും. സൂര്യയുടെ വാക്കുകൾ ഇഷ്ടപ്പെടാതെ ദേവൻ മുഖം തിരിച്ചു. ഓ, നീ ഇങ്ങനെ ചൂടാവാതെ. ഞാനെന്നാ പോട്ടടാ, നമുക്ക് പിന്നെ കാണാം. ആ ശരിടാ, നീ ഇനി കുറച്ചു നാളൊക്കെ ഇവിടെ കാണില്ലേ? നമുക്ക് വീണ്ടും കാണാം. ദേവൻ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശരി, ഞാൻ വീട്ടിലേക്ക് പോട്ടെ, അമ്മ കാത്തിരിക്കും. അത്രമാത്രം ദേവനോട് പറഞ്ഞിട്ട് സൂര്യ മുന്നോട്ട് നടന്നു. ഇല്ല സൂര്യ, ഈ ദേവൻ ഒരിക്കലും ഇനിയൊരു പെണ്ണിനെയും വിശ്വസിക്കില്ല. സ്വയം പറഞ്ഞുകൊണ്ട് ദേവ് തന്നെ ചെറിയ കൂട്ടി. അപ്പോഴും എന്തിനോ വേണ്ടി മഹിമയുടെ മുഖം അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. ചന്തു വീട്ടിലേക്ക് കയറി വന്നപ്പോഴാണ് ഉമ്മറത്തിരിക്കുന്ന വിഹാനെ കണ്ടത്. അവനെ കണ്ടതും അവളുടെ മുഖം ചുളിഞ്ഞു. ആ ദേ വന്നല്ലോ ആള്. വേണു സന്തോഷത്തോടെ പറഞ്ഞതും വിഹാൻ അവളെ പുഞ്ചിരിയോടെ നോക്കി. ഞാൻ കാത്തിരിക്കായിരുന്നു. കല്യാണം ഉറപ്പിച്ചെങ്കിലും ഞാൻ ഇതിവിടെ ചന്ദനയോടൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ചന്ദവനെ നോക്കിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എന്നാ പിന്നെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ സംസാരിച്ചു മക്കളെ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. വേണു അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയതും ചന്തു വിഹാനം തുറച്ചു നോക്കി. എന്തിനാ ചന്ദ്രനെ താൻ എങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? അവളുടെ നോട്ടും ഒട്ടും ഇഷ്ടമാകാതെ വിഹാൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. പെട്ടെന്ന് അവനിൽ നിന്ന് മുഖം മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു. ചന്ദന, എനിക്ക് കുറച്ച് രീതികളൊക്കെ ഉണ്ട്. എന്റെ ഭാര്യ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരാളായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പെട്ടെന്ന് മാറിയ വിഹാന്റെ മുഖഭാവവും സംസാര രീതിയും കണ്ട് ചന്ദവൻ അല്പം ഞെട്ടലോടെ നോക്കി. താൻ ഇങ്ങനെയൊന്നും നോക്കൊന്നും വേണ്ട. ഞാൻ കാര്യ പറഞ്ഞത്. എനിക്ക് വേണ്ടുന്നത് എന്നെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിനെയാ. കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ രീതികൾക്കൊത്ത് പോകാൻ തനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടാകും. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. താൻ എന്റെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ തനിക്ക് പഠിക്കാൻ പോകാൻ സാധിക്കില്ല. എന്റെ വീട്ടിലെ സ്ത്രീകൾ തികച്ചും പഴയ രീതികൾ ഫോളോ ചെയ്യുന്നവരാണ്. തന്റെ ലോകം ഞാനും നമ്മുടെ ഭാവി മക്കളും മാത്രമായിരിക്കും. അവൻ പറയുന്നതൊക്കെ കേട്ടതും അറിയാതെ ചന്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞാൽ തന്റെ അച്ഛന്റെ ചികിത്സാ ചെലവുകളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അതുപോലെ തന്റെ അച്ഛൻ ഇല്ലാതായ തന്റെ അമ്മയും ഞാൻ നോക്കിക്കൊള്ളാം. അവൻ അത്രയും പറഞ്ഞതും ചന്ദവനെന്ന് നോക്കി. അവന്റെ മുഖത്ത് അവളുടെ മറുപടി അറിയാനുള്ള ആകാംക്ഷയുണ്ടായിരുന്നു. എനിക്ക് സമ്മതാണ്. അവൾ കൂടുതലൊന്നും പറയാതെ അവനെ നോക്കി വേദനയോടൊന്ന് പുഞ്ചിരിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. എന്റെ അച്ഛനെയും അമ്മയും നോക്കുമെങ്കിൽ ഞാൻ എന്തിനും തയ്യാറാണ്. ചന്തു അടുക്കളയിൽ തകർത്ത് ജോലി ചെയ്യുന്ന തന്റെ അമ്മയെ നോക്കി ചെറു ചിരിയോടെ മനസ്സിൽ പറഞ്ഞു.
ദിവസങ്ങൾ മാറ്റമേതുമില്ലാതെ ഓടി മറഞ്ഞു. ചന്തു കോളേജും കൂട്ടുകാരൊക്കെ എല്ലാം മറന്നുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോയി. സൂര്യ നാട്ടിലെ ബന്ധുക്കളെയും കൂട്ടുകാരെയൊക്കെ കണ്ട് അവനും തിരക്കിലായി. ചന്തുവിനിടയ്ക്ക് വിവാഹാൻ ഫോൺ വിളിക്കും. അവളുടെ അച്ഛനും അമ്മയും ഒത്തിരി സന്തോഷത്തിലായിരുന്നു. അത് കാണെ എല്ലാം പറഞ്ഞ് അവളും പുഞ്ചിരിക്കും. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. രാവിലെ തന്നെ ലച്ചുവും സൂര്യയും കൂടി ഉമ്മറത്തിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ചന്തു ഒരു കയ്യിൽ ബാഗും തൂക്കി വന്നത്. ഉമ്മറത്തിരിക്കുന്ന സൂര്യയെ കണ്ട് ചന്തു അവനൊന്ന് കൂർപ്പിച്ച് നോക്കി. ചന്തു, നീ എന്താടി രാവിലെ തന്നെ ഇങ്ങോട്ട്? ലച്ചു പതിവില്ലാതെ അവളെ തന്റെ വീട്ടിൽ കണ്ട സന്തോഷത്തിൽ ചോദിച്ചു. ഞാൻ എന്റെ കല്യാണം വിളിക്കാൻ വന്നതാടി. അല്ല ലച്ചുസേ, നിന്റെ അമ്മയുടെ? അമ്മ അകത്തുണ്ട്, നീ വാ. അകത്തേക്ക് കയറി വരുന്ന ചന്തുവിനെ നോക്കി സൂര്യ ഒന്ന് പുഞ്ചിരിച്ചു. അവളവ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ലച്ചുവിന്റെ കൂടെ അകത്തേക്ക് കയറി. അടുക്കളയിൽ ജോലിയിലായിരുന്ന ബാനു ലച്ചുവിന്റെ ബഹളം കേട്ട് ഹാളിലേക്ക് വന്നു. ഹാളിൽ ചിരിയോടെ നിൽക്കുന്ന ചന്തുവിനെ കണ്ട് അവളുടെ മിഴികൾ വിടർന്നു. ആഹാ, ആരാ ഇത്? ചന്തുമോളോ? ബാനു അവൾക്ക് അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. ആ അമ്മേ, അമ്മക്ക് സുഖാണോ? സുഖം. മോൾക്കോ? ആണല്ലോ. ഞാൻ വന്നതേ നിങ്ങളൊക്കെ എന്റെ കല്യാണം ക്ഷണിക്കാനാ. ബാനു അല്പ സങ്കടത്തോടെ നോക്കി. മോൾക്ക് ഈ കല്യാണത്തോട് താല്പര്യമുണ്ടോ? എന്തോ അവളോട് അങ്ങനെ ചോദിക്കാനാണ് അവർക്കപ്പോൾ തോന്നിയത്. ബാനുവിന്റെ കയ്യിൽ ലച്ചൊന്ന് അമർത്തി പിടിച്ചു. ചന്തുവിന് പുഞ്ചിരി മാത്രമാണ് നൽകിയത്. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ചന്തു നാരായണനോട് വിശേഷങ്ങൾ തിരക്കി. കുഴപ്പമൊന്നുമില്ല മോളെ. അച്ഛൻ നന്നായിട്ട് മരുന്നൊക്കെ കഴിക്കണം. എല്ലാം പെട്ടെന്ന് ശരിയാകൂട്ടോ. ഞാൻ പ്രാർത്ഥിക്കാം. നാരായണനോട് സ്നേഹത്തോടെ സംസാരിക്കുന്ന ചന്തുവിനെ കണ്ട് സൂര്യ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ചന്തു അവരേക്ക് സ്നേഹത്തോടെ തന്റെ കല്യാണം ക്ഷണിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങി. ബാനുവിനും ചന്തുവിന് അത്രയും അടുത്ത് കണ്ടപ്പോൾ നഷ്ടബോധം തോന്നി. ഇറങ്ങാൻ നേരം സൂര്യ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവൾ ഇടങ്ങണിട്ട് അവനെ ഒന്ന് നോക്കി പുച്ഛിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങി. അവളുടെ പോക്ക് കണ്ട് സൂര്യ തന്റെ താടിയൊന്ന് ഒഴിഞ്ഞു വിട്ടു. ദേവന്റെ കൂടെ പാലത്തിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു സൂര്യ. അപ്പോഴാണ് വർണ്ണ അതുവഴി തന്റെ വില കൂടിയ പൂടപ്പട്ടിയെയും കൊണ്ട് നടന്നു വന്നത്. സൂര്യയെ കടന്നും അവൾ അവനൊന്ന് മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കി. നല്ല ഉറച്ച ശരീരവും അതിനൊത്ത ഭംഗിയും പൗരുഷവും നിറഞ്ഞു നിൽക്കുന്ന മുഖവുമെല്ലാം ഒരു നിമിഷം അവൾ കൊതിയോടെ നോക്കി നിന്നു. എന്തുണ്ടായിട്ടെന്താ, അവനൊരു പഴങ്കഞ്ചിയായി പോയില്ലേ? സ്വയം പറഞ്ഞുകൊണ്ട് അവൾ അവനരികിലേക്ക് നടന്നു. ദേവനെ കണ്ട് അവൾക്കപ്പം പേടി തോന്നിയെങ്കിലും അവൾ ധൈര്യത്തോടെ അവൾക്ക് മുമ്പിലേക്ക് ചെന്നു. അല്ല, ആരിത്? ശ്രീനിലയത്തെ സൂര്യനാരായണനോ? ഉച്ചത്തോടെയുള്ള വർണ്ണയുടെ ചോദ്യം കേട്ട് സൂര്യ അവളെ നോക്കി. അവന്റെ മുഖത്ത് ചിരി പതിയെ മാഞ്ഞു. നിന്റെ കൂട്ടുകൊള്ളം. ഈ നാട്ടിൽ ഒന്നാം തരം തല്ലുകുളികളായിട്ടാ അവന്റെ ഇടപാട്. ദേവനെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞതും ദേവൻ അവളെ കണ്ണുരുട്ടി നോക്കി. നോക്ക് സൂര്യ, നിന്റെ റേഞ്ച് എത്രക്കേ ഉള്ളൂ? ഈ നീയാണോ എന്നെ പെണ്ണിനൊഴിച്ച് വന്നത്? വർണ്ണ പൂച്ചത്തോടെ ചോദിച്ചു. വർണ്ണ, താൻ പോകാൻ നോക്ക്. ഞാൻ അങ്ങോട്ട് ദ്രോഹത്തിനും വന്നില്ലല്ലോ. സൂര്യ അവളോട് അല്പം ദയനീയമായി പറഞ്ഞു. നാണുണ്ടോ സൂര്യ നിനക്ക്? നീ അല്ലെങ്കിൽ തന്നെ ആരുടെങ്കിലും അടുത്ത് എന്തിനെങ്കിലും പോയിട്ടുണ്ടോ? നിന്നെ പോലെ ഒരു പാൽക്കുപ്പി ഏതെങ്കിലും ഒരു പെണ്ണ് അറിഞ്ഞുകൂടെ സ്വീകരിക്കൂ? വർണ്ണ പ്ലീസ്, തന്റെ വീട്ടിൽ ഞങ്ങൾ വരാൻ പാടില്ലായിരുന്നു. അത് ഞങ്ങളുടെ തെറ്റ് തന്നെയാ. അത് ഇങ്ങനെ കാണുമ്പോൾ നിർത്തി അഭിമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. സൂര്യ അല്പം ഇഷ്ടക്കേടോടെ പറഞ്ഞു. അയ്യോ സൂര്യസ്ഥാനം ദേഷ്യം വരുന്നോ? തനിക്ക് ഈ ഭാവം തൊട്ട് ചേരിലിടും. അതിന് മിനിമം ഒരാണിന്റെ നട്ടെല്ലെങ്കിലും വേണം. പ്ലീസ് പറഞ്ഞ താനൊന്ന് പോകൂ. സൂര്യ ദയനീയമായി പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പോവാ. നിന്നോടൊക്കെ സംസാരിക്കാൻ പോലും എനിക്ക് അറപ്പാ. എന്റെ കയ്യിലിരിക്കുന്ന ഈ പട്ടിയുടെ വില പോലും നിനക്കൊന്നും ഇല്ല. ബ്ലഡി ബോസ്റ്റഡ്. പറഞ്ഞു തന്നതും അവളുടെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോയി. കവളിൽ കിട്ടിയ അടിയിൽ വർണ്ണ ആകുന്നു പകച്ചുപോയി. വേദന കൊണ്ട് അവളുടെ മുഖം ചുളിഞ്ഞു. യു കണ്ണു തുറന്ന് ദേഷ്യത്തോടെ മുന്നോട്ട് നോക്കിയ വർണ്ണ തനിക്ക് മുമ്പിൽ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ദേവനെ കണ്ട് ആകെ ഒന്ന് വിറച്ചു പോയി. നിന്റെ നാവിന് പൊങ്ങിയ കൊല്ലുന്നിന് ഞാൻ പൊന്ന നായിന്റെ മോളെ. ദേവൻ ദേഷ്യത്തോടെ പറഞ്ഞതും വർണ്ണയുടെ കണ്ണിൽ സൂര്യയോടുള്ള പക നിറഞ്ഞു. അവൻ കാരണമാണ് തനിക്ക് തല്ല് കിട്ടിയതെന്ന് അവൾ വിശ്വസിച്ചു. അല്ലെങ്കിലും പ്രതികരിക്കലെന്ന് ഉറപ്പുള്ളവരെ വേദനിപ്പിച്ച് രസിക്കാൻ ചിലർക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ. നീ എന്നെ തല്ലിയല്ലേ? ഐ വിൽ ഷോ യു ബ്ലഡി ബിച്ച്. അവളത് നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് അവിടുന്ന് ചവിട്ടി തുള്ളിപ്പോയി. ഇതെല്ലാം കണ്ട് മിഴിച്ചു നിൽക്കുന്ന സൂര്യയെ കണ്ട് ദേവന് ചിരി വന്നു. ഡാ, ദേവ് വിളിച്ചതും സൂര്യ അവനെ കൂർപ്പിച്ചു നോക്കി. നീ എന്തിനാടാ അവളെ തല്ലിയത്? ഇല്ലടാ, ഞാൻ അവളെ മുമ്പിൽ തൊഴാം. പിന്നെ അല്ല, ആ പന്ന മോള് പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? അല്ല, എന്നാലും അടിക്കേണ്ടായിരുന്നു. ഒന്ന് പോടാ കോപ്പേ. അവള് മനപ്പോ എരന്ന് വാങ്ങിയതാ അടി. ദേവൻ സൂര്യയോട് പറഞ്ഞിട്ട് അവിടുന്ന് മുന്നോട്ട് നടന്നു. ദിവസങ്ങൾ വീണ്ടും ഓടിമറഞ്ഞു. ഇന്നാണ് ചന്തുവിന്റെയും വിവാഹാന്റെയും വിവാഹം.
കല്യാണം ഉറപ്പിച്ചിട്ടും ചന്തു വിഹാന പിന്നീട് കാണുകയോ സംസാരിക്കുകയോ ചെയ്യാൻ ശ്രമിച്ചിരുന്നില്ല. ലച്ചുവിന്റെ കുടുംബത്തെ വേണുവും പ്രത്യേകിച്ച് ക്ഷണിച്ചിരുന്നു. ചന്തുവിന്റെയും വേണുവിന്റെ ക്ഷണം മാനിച്ചുകൊണ്ട് തന്നെ സൂര്യയും കുടുംബവും ആ കല്യാണത്തിൽ പങ്കെടുത്തു. ചന്തുവിനെ കല്യാണ വേഷത്തിൽ ഒരുങ്ങി കണ്ടപ്പോൾ ഭാനുവിന് നല്ല നഷ്ടബോധം തോന്നി. സൂര്യ തന്റെ പഴയ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ അവരോടൊപ്പം കൂടി. ദേവ, എത്ര നാളായിട്ട് കണ്ടിട്ട്? ദേവനെ കണ്ടെന്ന് സൂര്യവനം പുണർന്നുകൊണ്ട് ചോദിച്ചു. ഒന്ന് പോട കോപ്പേ, 2 ദിവസം പോലും ആയിട്ടില്ല കണ്ടിട്ട്. ദേവൻ അവനെ ഒന്ന് പുച്ഛിച്ചു. സൂര്യ അതിനൊന്ന് പുഞ്ചിരിച്ചു. നിനക്ക് സുഖാണോ സൂര്യ? മുംബൈയിലെ ജോലിക്ക് എങ്ങനെ പോകുന്നു? ദേവന്റെ അടുത്ത് നിന്ന് കാറ്റ് തിരികെ സൂര്യയെ പുണർന്നുകൊണ്ട് ചോദിച്ചു. ആ, അങ്ങനെ പോകുന്നു. ബാക്കിയുള്ളവരൊക്കെ എവിടെ? അവർ പരസ്പരം വിശേഷങ്ങൾ പങ്കുവെച്ച് നിന്നപ്പോഴാണ് ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ശാന്തയുടെ കരച്ചിൽ വരുന്നത്. കാര്യമറിയാതെ സൂര്യയും കൂട്ടുകാരും വേഗം അവിടേക്ക് ചെന്നു. വിളിച്ചുകൂട്ടിയവരുടെ മുമ്പിൽ അപമാനഭാരത്താൽ തലകുഞ്ഞി നിൽക്കുന്ന സ്വന്തം അച്ഛനെ നവവധുവായി വിവാഹ മണ്ഡപത്തിലിരിക്കുന്ന ചന്തു സങ്കടത്തോടെ നോക്കി. എന്നാലും ആ പയ്യന് ഈ വിവാദത്തിന് താല്പര്യമില്ലായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഇതിപ്പോ മറ്റൊരു കുടുംബത്തെ ചതിച്ചുകൊണ്ട് വേണമായിരുന്നോ അവന് കാമുകിയോടൊപ്പം പോകാൻ? കൂട്ടത്തിലൊരാൾ പറഞ്ഞതും ചന്തുവിന്റെ മുഖം ചുളിഞ്ഞു. കാരണം അവൾക്ക് ഉറപ്പായിരുന്നു വിഹാന് മറ്റൊരു പ്രണയമില്ലാന്ന്. അവനെ ഏറെ മോഹിച്ചത് തന്നെ മാത്രമായിരുന്നു. അത് പലപ്പോഴും അവന്റെ നോട്ടത്തിൽ നിന്ന് പോലും അവൾക്ക് മനസ്സിലായ കാര്യമായിരുന്നു. വേണു, നീ ഇനിയും മറ്റൊന്നും ചിന്തിക്കണ്ട. നിന്റെ മോൾക്ക് വേറൊരു വരനെ കിട്ടുമെന്ന് നോക്ക്. കൂട്ടത്തിൽ പ്രായം ചെന്നൊരാൾ വേണുവിനോട് പറഞ്ഞു. ഈ അവസാന നിമിഷം ഞാൻ ആരെ വിശ്വസിന്റെ കുഞ്ഞിനെ കൈപിടിച്ച് ഏൽപ്പിക്കും? ഉള്ളതെല്ലാം വിറ്റുപൊറുക്കിയ കാര്യങ്ങളൊക്കെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? അച്ഛന്റെ സങ്കടം കണ്ട് ചന്തു വേഗം പന്തലിൽ നിന്ന് എഴുന്നേറ്റ് അയാൾക്കടുത്തേക്ക് ചെന്നു. എന്നാൽ അവിടെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചന്തുവിനെ കണ്ട് സൂര്യ ഒന്ന് ഞെട്ടിയിരുന്നു.